താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയാണ് ഇന്നലെ 12:30-ക്ക് മരിച്ചത്. മരണവാർത്ത തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ഇതുപോലൊരു ദുരന്തത്തിൽ കലാശിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയായിരുന്നു സംഘർഷമുണ്ടായത്. അതിനിടെ മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റ് പുറത്തുവന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തിൽ ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, വീണ്ടും വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഈ ഒരു സംഘടനത്തിന് ശേഷം നടക്കുന്നതെന്ന ചില സൂചനകളുണ്ടല്ലോ. കാരണം ഓനെ നീ ഒന്ന് പോയി കണ്ടു നോക്കണം, ഓൻ്റെ കണ്ണൊന്നും കാണാനില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഈ കുട്ടി സംഘർഷത്തിനിരയായി ആശുപത്രിയിൽ കിടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണോ? ആശുപത്രിയിൽ കിടന്നതിന് ശേഷം ഇവർ കൃത്യമായ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? തീർച്ചയായും ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ്. ഇത് ഈ ആക്രമണം നടന്ന് ഷഹബാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള ചില ശബ്ദ സന്ദേശങ്ങളാണ്. അതിൽ നിന്ന് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഇവർക്ക് ഈ കുട്ടികൾക്ക് ഈ ഷഹബാസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ യാതൊരു പശ്ചാത്താപവുമില്ല. അവർക്ക് അതിലൊരു കുറ്റബോധവും തോന്നുന്നില്ല, അതിലൊരു പ്രശ്നവും തോന്നുന്നില്ല. അവർ പറയുന്നത് നമുക്ക് ആ ശബ്ദ സന്ദേശം ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊരു കേസൊന്നും ആകില്ല, വലിയ പ്രശ്നമൊന്നും ആകാൻ പോകുന്നില്ല, പോലീസ് ഒന്നും ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഷഹബാസിന് ഞാൻ നന്നായി കൊടുത്തിട്ടുണ്ട് എന്നവർ പറയുന്നു. കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഷഹബാസിനെ ഒന്ന് പോയി കാണണം എന്നൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഭാഷണത്തിലുള്ളത്. ഇതിൽ ഷഹബാസിൻ്റെ പിതാവ് ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഇത് വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് ചിലർ കൂടി ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മുതിർന്നവർ കൂടി തൻ്റെ മകനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ഇന്നലെ ഷഹബാസിൻ്റെ പിതാവ് നമ്മളുമായി സംസാരിക്കുമ്പോൾ പങ്കുവച്ചിരുന്നു. ഏതായാലും അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം നടത്തേണ്ടത് പോലീസാണ്. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ 5 വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ നമുക്കറിയാം, അവർ മൈനറാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ജെ ബോർഡിന് മുന്നിൽ ഹാജരാക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പേരെ കൂടി ഈ സംഭവത്തിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് കേവലം 2 or 3 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമല്ല, വലിയൊരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ചേരി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയ ഒരു സംഭവമാണ്. ഇന്നലെ അതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഒരു 50 മീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് ആദ്യത്തെ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷം ഉണ്ടാകുന്നത് ഒരു കോംപ്ലക്സിനകത്താണ്, നിറയെ കടകളൊക്കെയുള്ള ഒരു കോംപ്ലക്സിനകത്ത് വെച്ച് ആദ്യം ഈ സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം ഉണ്ടാകുന്ന വേളയിൽ അവിടെയുള്ള കടക്കാർ ഈ സംഘർഷം ഒരു അയവ് വരുത്താൻ അല്ലെങ്കിൽ കുട്ടികളെ പിരിച്ചുവിടാനൊക്കെയുള്ളൊരു ശ്രമം നടത്തിയതാണ്. പക്ഷേ കുട്ടികൾ അവിടെ അതിന് തയ്യാറായില്ല. അവർ ആ കോംപ്ലക്സിനകത്ത് നിന്ന് ഒരു 10 മീറ്റർ അപ്പുറമുള്ള റോഡിലേക്ക് അവരുടെ സംഘർഷം വ്യാപിക്കുന്നു. അവിടെ വെച്ച് ഈ വിദ്യാർത്ഥികൾ വീണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇത് കണ്ടുനിന്ന നാട്ടുകാർ വീണ്ടും അവിടെ എത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു, ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഒന്നയഞ്ഞ വിദ്യാർത്ഥികൾ വീണ്ടും തൊട്ടടുത്തൊരു സ്ഥലത്ത് ചെന്ന് അവിടെയും ചെന്ന് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ 3 ഇടങ്ങളിൽ വെച്ചാണ് ഈ സംഘർഷമുണ്ടായത്, ആക്രമണമുണ്ടായത്, തമ്മിൽ തല്ലുണ്ടായത്. അതിൽ ആദ്യത്തെ സ്ഥലത്ത് വെച്ച് ഈ കോംപ്ലക്സിനകത്ത് വെച്ചുണ്ടായ മർദ്ദനത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ പുറകിലൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. വട്ടം ചേർന്നുകൊണ്ട് ഒരു കൂട്ടമായി നിന്നുകൊണ്ട് ഷഹബാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തലയ്ക്കാണ് ഗുരുതരമായി ഷഹബാസിന് പരിക്കേറ്റത്. 70% തലച്ചോറ് ക്ഷതമേറ്റിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ ഷഹബാസ് വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് 12:30 മണിയോടുകൂടി ഷഹബാസിൻ്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. ഡോക്ടർ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്തുകയുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പോലീസ് നൽകിയ വിവരം ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ മാത്രമാണ് ഇവർ പഠിക്കുന്നത് എന്ന് ആലോചിക്കുക. ഇവരുടെ കൈവശം നഞ്ചക്ക്, ഇടിവള പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. ഇവർ 2 വിഭാഗങ്ങളായി ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരെ
മർദ്ദിക്കണം എന്നുള്ള ഒരു അത് തന്നെയാണ് ഉദ്ദേശത്തോടു കൂടി അഭിജിത്ത്. തന്നെ നമ്മുടെ കണ്ണിൽ അവർ കൊച്ചുകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൊച്ചുകുട്ടികളാണ്. അവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇതിൽ ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ മുതിർന്നവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശീലനമോ ഒരു മാർഗനിർദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആ രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സ്മിത, ഇതിൽ കസ്റ്റഡിയിലെടുത്ത 5 പേരിൽ 3 പേർ നേരത്തെ തന്നെ ചില കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാം. അതായത് പ്രതികളായ വിദ്യാർത്ഥികൾ തന്നെയാണ്. മറ്റ് ഏതൊക്കെ കേസുകളാണ് എന്നുള്ള വിവരത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിലൊരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ 3 പേർ, 5 പേർ ഇന്നലെ പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നു. അതിൽ 3 പേർ നേരത്തെ തന്നെ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. ഈ വിവരം പോലീസ് നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ, ആസൂത്രണത്തിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. കഴിഞ്ഞ ദിവസം ഇവർ പോലീസിൻ്റെ കസ്റ്റഡിയിലായപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അവർ മൊഴി നൽകിയത് വൈരാഗ്യം തന്നെയാണ്. അതായത് ഈ ഒരു പരിപാടിക്കിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫെയർവെൽ പരിപാടിക്കിടെ ഉണ്ടായ കൂകി വിളിച്ച സംഭവം, ആ സംഭവത്തിൽ തോന്നിയ പക തന്നെയാണ് പിന്നീട് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിലേക്കും അവിടെ വെച്ച് ഈ സംഘർഷം ആഹ്വാനം ചെയ്യുന്നതിലേക്കും ഒക്കെ നയിച്ചത്. അങ്ങനെയാണ് ഈ താമരശ്ശേരിയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള, നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയുള്ള വിദ്യാർത്ഥികളുടെ ചേരി തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലും ഉണ്ടായത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സ്മിത പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്ര കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇവിടേക്ക് എത്തിയത്, അവർ ഈ പരസ്പരം ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിക്കാനിടയായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതായാലും ഗുരുതരമായി തന്നെ ഷഹബാസിന് പരിക്ക് പറ്റിയിരുന്നു. ഷഹബാസിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തന്നെ പിതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആകെ തളർന്നുപോയൊരു സ്ഥിതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കുമ്പോൾ അദ്ദേഹം വളരെ അത്രയും തളർന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളുണ്ടോ എന്നൊക്കെയുള്ള സംശയം തനിക്കുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണ് മർദ്ദനമേറ്റിരിക്കുന്നത്, അങ്ങനെയുള്ളൊരു സംഘർഷമാണ് അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. സ്മിത. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നിയമ നടപടികളിലേക്കല്ല നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്തരം നടപടികൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിലേക്ക് ഇവരെ കൊണ്ടുവരിക? മറ്റു വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ 18 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്, മുതിർന്നവരല്ല. അതിനാൽ തന്നെ അതിൻ്റേതായ ചില നടപടിക്രമങ്ങളുണ്ട്, നമുക്കറിയാവുന്നതുപോലെ തന്നെ. ഇന്നലെ ഈ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതാണ്. ഇവരെ ഈ JJ ബോർഡിന് മുന്നിൽ ഹാജരാക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. അതിനുശേഷമാകും മറ്റ് ഈ ശിക്ഷാ നടപടികൾ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അതിൻ്റേതായ ചില നടപടിക്രമങ്ങളുണ്ട്. ഇവർ മൈനേഴ്സ് ആയതിനാൽ തന്നെ. ഏതായാലും ഇന്ന് ഇവരെ ഈ JJ ബോർഡിന് മുന്നിൽ ഹാജരാക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസ് അക്കാര്യം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഏതായാലും കൂടുതൽ പേർ ഇതിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നൊരു പക്ഷേ അത് ഉണ്ടായേക്കാം. കാരണം 5 പേർ മാത്രമല്ല ഈ മർദ്ദനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഒരുപാട് പേർ, ഒരു 10-ലധികം പേർ, 15-ലധികം പേർ ആ പ്രദേശത്തുണ്ടായിരുന്നു. അത് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നതാണ്. നാട്ടുകാർ അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇരുവിഭാഗങ്ങളിലുമായി 30 വീതം ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു സംഘർഷമാണ് ഉണ്ടായത്. അതിൽ എത്ര പേരെ പോലീസ് ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യം ഇന്ന് നമുക്ക് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. അഭിജിത്ത്, ഇതുതന്നെയാണ്, ഇതൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു പരിപാടിയിൽ തുടങ്ങിയ കാര്യമാണ്. അത് അവിടെ വെച്ച് തമാശയായി പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇതുപോലൊരു ദുരന്തത്തിലേക്ക് എത്തി കലാശിച്ചിരിക്കുന്നു എന്നുള്ളത് അതുതന്നെയാണ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത്. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആശങ്ക കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകളിലെല്ലാം തന്നെ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു പല കേസുകളിലും. ഇത്തരത്തിൽ എന്തെങ്കിലും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ
അതുപോലെ മയക്കുമരുന്നോ ലഹരിയോ ഉപയോഗം, ആ രീതിയിൽ എന്തെങ്കിലും വാർത്തകൾ, വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? കാരണം ഇത് അസാധാരണമാണ്, ഈ പ്രകൃതം തന്നെ അസാധാരണമാണ്. ഈ കൊച്ചുകുട്ടികളുടെ ഉള്ളിൽ ഇതുപോലൊരു അക്രമവാസന അത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. സ്മിത, ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളൊന്നും നിലവിൽ പുറത്തു വരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ലഹരി ഉപയോഗിച്ചതിനാലുള്ള ഒരു മർദ്ദനം അല്ലെങ്കിൽ സംഘർഷമല്ല ഇതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ നടന്ന ഒരു പരിപാടി, എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നടന്ന ഒരു പരിപാടി, അതിനിടയിൽ ഒരു വിഭാഗത്തിൻ്റെ പരിപാടി ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എതിർവിഭാഗത്തുള്ളവർ അതിനെ പരിഹസിക്കുകയാണ്, കൂകി വിളിക്കുകയാണ്. സ്വാഭാവികമായും ഇപ്പുറത്തുള്ളവർക്ക്, ഈ കൂകലേൽക്കേണ്ടി വരുന്നവർക്ക് മാനസിക പ്രശ്നമുണ്ടാകും. അതിനെ തുടർന്ന് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനെ അങ്ങനെ മാത്രമാണ് ആ ട്യൂഷൻ സെൻറ്ററിലുള്ളവരും കണ്ടത്, അധ്യാപകരുൾപ്പെടെയുള്ളവർ കണ്ടത്. അവരതിനെ രമ്യതയിൽ എത്തിക്കുകയും ചെയ്തു. അതായത് നിങ്ങളിങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകി അവരെ വീടുകളിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ മനസ്സിൽ അത് വലിയൊരു അഭിമാനക്ഷതം തന്നെ ഏൽക്കാനുള്ളൊരു സാഹചര്യമായി വളർന്നിരുന്നു. അവരാദ്യം ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നതാണ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് അവർ മറ്റ് വിദ്യാർത്ഥികളെ കൂടി, അതായത് ഈ തങ്ങളുടെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളെ കൂടി ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം അവർ പറഞ്ഞത് മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നേരെ ഇത്രയും അപമാനകരമായ രീതിയിൽ പെരുമാറി, അതിനാൽ തന്നെ നമ്മളൊരു തിരിച്ചടി കൊടുക്കണം. അതായത് ഇതിനെ 2 സ്കൂളുകൾ തമ്മിലുള്ള ഒരു പ്രതികാരത്തിലേക്ക് വളർത്താൻ ഈ കുട്ടികൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഷഹബാസിനെയും ഇവർ കൂടെ കൂട്ടുന്നത്. ഇവർ അച്ഛൻ പറയുന്നതനുസരിച്ച്, ഷഹബാസിൻ്റെ പിതാവ് പറയുന്നതനുസരിച്ച് ഈ കുട്ടിയെ കടയിലേക്ക് വിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് 1-2 കൂട്ടുകാർ, അവൻ്റെ കൂട്ടുകാർ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ശേഷം ഇവനെ ഒന്ന് കൂട്ടുകയാണ്, തങ്ങളുടെ ഒപ്പം കൂട്ടുകയാണെന്ന് പറയുന്നു. പിതാവ് കൂട്ടുകാരാണല്ലോ, ഇവരുടെ കൂടെ അയക്കുകയും ചെയ്യുന്നു. പക്ഷേ പിതാവ് അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയാണ് തൻ്റെ മകനെ ഈ കൂട്ടുകാർ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതിനുശേഷം ഈ ഷഹബാസിനെയും കൂട്ടി ഈ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം ഈ ട്യൂഷൻ സെൻറ്ററിന് താഴെ വെച്ച് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും അരങ്ങേറിയത്. ഏതായാലും നമുക്ക് പലതരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം നേരത്തെ ഈ കോഴിക്കോട് പയ്യോളിയിൽ തന്നെ ചെറിയ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിലാണ് ഒരു വിദ്യാർത്ഥിയെ, ഈ ഫുട്ബോൾ കളിക്കുന്നതിനായി എത്തിയ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് അവശനാക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നാലെ പോലീസ് നടപടിയുമായൊക്കെ പോയി. അവിടെയും സമാനമായ രീതിയിലായിരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളായിരുന്നു അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ മർദ്ദനമേറ്റതും അതിൽ മർദ്ദിച്ചതുമൊക്കെ ഈ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാണ്. അവിടെയും ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പക, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉടലെടുക്കുന്ന ഈ വൈരാഗ്യമൊക്കെയാണ് ഇങ്ങനെ വലിയൊരു ആക്രമണത്തിലേക്ക് നയിക്കുന്നത്, ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. സമാനമായ സാഹചര്യം തന്നെയാണ് താമരശ്ശേരിയിലും അരങ്ങേറിയത്. അതിൽ പക്ഷേ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത് ഈ ആക്രമണത്തിന് ഇരയായ, ദുഃഖകരമായ കാര്യം, ഈ ആക്രമണത്തിന് ഇരയായ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് സ്മിത. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അത് ആശുപത്രികളിൽ നിന്നെത്തിയത് അതീവ ഗുരുതരാവസ്ഥയിലാണ് വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ്. അത് നഞ്ചക്ക് പോലുള്ള ആയുധമൊക്കെ ഉപയോഗിച്ചിട്ട് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. തലക്കേറ്റ ക്ഷതം അത് 70% ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ എല്ലാ രീതിയിലും ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താനായി ശ്രമിച്ചിരുന്നു. കുഞ്ഞെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാതെ വേദനയുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ ഇവരെല്ലാവരും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എല്ലാവരും എന്നുള്ളത്. അവരിൽ ഇങ്ങനെ ഈ അക്രമവാസന ഉണ്ടാകുന്നു. പറഞ്ഞു തീർക്കാവുന്ന ചില പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളുമായിരുന്നു അത്. ശരിയാണ്, കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ. അതൊക്കെ ഏതെങ്കിലും ചെറിയൊരു ഉന്തും തള്ളും ആ രീതിയിലൊക്കെ തന്നെ അവസാനിച്ചു പോകേണ്ട ഒരു തർക്കം. ആ തർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത്, വലിയ രീതിയിലുള്ള ആ ദുരന്തത്തിലേക്ക് അതിൽ കലാശിച്ചിരിക്കുന്നത്. ആ അച്ഛനമ്മമാരുടെ മനസ്സിലൂടെയൊക്കെ എന്തായിരിക്കും ഇപ്പോൾ കടന്നു പോവുക എന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഇത്രയും ദുഃഖകരമായൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതെ, സ്മിത ചേച്ചി, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത്, ഒരു അധ്യാപികയായിട്ട് കുറേ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. അത് +1 +2 വരെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഓരോ ബാച്ചിലെയും കുഞ്ഞുങ്ങളുടെ മുഖം ഇങ്ങനെ കൺമുന്നിലൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ കളിയാക്കലുകൾ, നമ്മളുടെ
നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിലും ചെറിയ തോതിലുള്ള കളിയാക്കലുകൾ ഉണ്ടാകാം. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന കളിയാക്കലുകളൊക്കെ അത്ര വലിയ അഭിമാനക്ഷതം, ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ അത്രയധികം മർദ്ദിച്ച് അവശനാക്കുക, എന്നിട്ട് ആ മർദ്ദിച്ച് അവശനായി കിടക്കുന്ന കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവന് കണ്ണില്ല എന്ന് പറഞ്ഞ് അതിൽ ചിരിക്കാനും അതിൽ സന്തോഷിക്കാനും, ഈ തൃപ്പൂണിത്തുറയിലെ ആ സംഭവത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, അതുപോലെ ഈ പറയുന്ന ഈ അടുത്തിടെ ഇത് 1-2 കേസല്ലല്ലോ, ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് പലത് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ പഠിച്ചുകൊണ്ടിരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖം, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര സന്തോഷത്തോടെയാണ് അത് കേൾക്കുന്നത്.